ഹായ് ഹലോ കൂട്ടുകാരെ, സുധാമു ചാനലിൻ്റെ നാളത്തെ സ്വാതന്ത്ര്യം പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയതായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സാന്ത്വനത്തിൽ അവർ ജിബിനെ കാണാൻ വേണ്ടി അവരുടെ ഒരു അമ്പലത്തിൻ്റെ അവിടെ പോയിക്കുമായിരുന്നു. അങ്ങനെ ജിബിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജിബിൻ പറയുന്നു, വിവാഹത്തിന് മുമ്പ് അത് പറയാൻ എന്നോട് പറയാനുള്ള മനസ്സ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് മുമ്പ് ആർക്കും ഒരു പ്രേമം ഒക്കെ ഉണ്ടാവും, അതെനിക്കും ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇനിയും കല്യാണത്തിന് മുമ്പ് നമ്മൾ അങ്ങനെ എന്തും ചെയ്തു നിർത്തി കുഴപ്പമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിലൊന്നും പോകരുത്. അതാണ് ഇത് ഇപ്പോൾ എന്നോട് ഇങ്ങനെ താൻ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമായി. അത് വിവാഹം നടത്തിക്കോട്ടെ എന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയണം. പിന്നെ ബാലൻ പറയുന്നുണ്ട് ചേട്ടന്മാരോട്, എൻ്റെ മകളുടെ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, രണ്ടുപേരും വന്ന് മുടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചേട്ടൻ്റെ മനസ്സലഞ്ഞു. അനുമോളുടെ വിവാഹം മുടക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ നടത്തിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട്. അവർ വിവാഹം നടത്തിക്കോട്ടെ എന്ന് പറയുക. അവർ വിവാഹം നടത്തിനോട് യോജിപ്പാണ് ഒരു ചേട്ടൻ. ആ ചേട്ടന് മാത്രമാണ് ഒരു മനസ്സിൻ്റെ ഒരു ഇതുള്ളൂ. ഇന്ന് സംസാരിക്കാൻ വന്നത് അത് ഏട്ടന്മാരെ വീണ്ടും, പക്ഷെ നമുക്ക് അങ്ങനെ വീഴാൻ പറ്റില്ലല്ലോ. ഏട്ടൻ വീഴും, ഒരു ഏട്ടൻ മാത്രം വീണു, മറ്റുള്ളവരൊന്നും വീണില്ല. നമുക്ക് കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അനുമോളെ മാത്രം മുന്നിൽ നിർത്തിയാണ് നമ്മൾ കളിക്കേണ്ടത് എന്ന് അലോകിൻ്റെ അമ്മ പറയാം. അതൊന്നും അച്ഛൻ കുഴപ്പമില്ല, അനുമോൾ ഈ വീട്ടിലേക്ക് തന്നെ മരുമോളായിട്ട് വരും, അത് അച്ഛന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് എന്നൊക്കെ അലോക് പറയുന്നുണ്ട്. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ്. ആ വീട്ടിലെല്ലാവരും കൂടി അനുവിൻ്റെ മനസ്സ് മാറ്റും, അവളെ പഴയ പോലെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അലോക് പറയാം. അനു ആദ്യമായിട്ട് സ്നേഹിച്ച പോലെ എങ്ങനെയാണോ അതുപോലെ എന്നെ സ്നേഹിപ്പിക്കും. പെട്ടെന്നൊന്നും അവൾക്ക് എന്നെ മറക്കാൻ പറ്റില്ല, അവരുടെ വിവാഹം മുടക്കിയിരിക്കും അച്ഛാ എന്ന് അലോക് പറയാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അനുവിനെ, അതുപോലെ നമ്മുടെ മിത്രേനെ മീനാക്ഷിനെയൊക്കെയാണ്. അങ്ങനെ ജീവനോട് പറഞ്ഞ് സംസാരിച്ച്, അപ്പോൾ ജീവൻ പറയുക അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അനുവിന് മനസ്സിലായി, തുറന്ന് പറയാനുള്ള മനസ്സ് വളരെ ഇഷ്ടമായി. ഇനി ഒരു മാസം ഇതിന് മുമ്പ് എനിക്ക് കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മീനാക്ഷിക്കും മിത്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാം തുറന്നു പറഞ്ഞല്ലോ. അപ്പോൾ പറയാൻ ഇന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട ജീവ, എനിക്ക് ജോലിക്ക് പോകണം, അനുവിന് പഠിക്കാൻ പോകണം, എല്ലാവർക്കും ഓരോരോ ജോലി ഉണ്ടല്ലോ, അവിടെ പോകണം, ജീവൻ പൊക്കോളൂ എന്ന് പറയും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോട് തിരിച്ചു പോവുക. ഒരു സുഹൃത്തായിട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞ് അനുവിനെ കൊണ്ട് സംസാരിപ്പിച്ചു അവൻ. അതെൻ്റെ മകൻ്റെ മകളായിരുന്നു, പക്ഷേ പക വീട്ടാൻ അമ്മാവൻ്റെ മകനെ അതായിരുന്നു, പക വീട്ടാൻ വേണ്ടിയാണ് എന്നെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം തുറന്ന് സമ്മതിച്ചു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോവാണ്. പിന്നെ സുകന്യനെ വിളിച്ച് പറയുകയാണ് അലോക്, ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം, സുകന്യക്കേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഏട്ടത്തിക്കേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്കല്ല, അവർ ഭയങ്കര ഫോൺ വിളിയും സംസാരിക്കലും കാണലും ഒക്കെയാണ്, അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, നീ കാരണം ഒറ്റ കാരണമാണെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ കാരണമെന്നൊക്കെ ചോദിക്കാം, അതെ നീ കാരണം എന്നൊക്കെ പറയും. അവളെ കാണാൻ വന്ന് പിന്നെ അനുവിനെ കാണാൻ വന്നപ്പം ഇവൻ അലോക് ചുമ്മാ കയറി വന്നതാണ് അനുവിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ കയറി വന്നപ്പം ദേവിയാണ്, സുകന്യാണ് ചെന്ന് വാതിൽ തുറന്നു കൊടുക്കണം. സുകന്യക്ക് അറിയാലോ അലോകിൻ്റെ കള്ളത്തരം. സുകന്യ വാതിൽ തുറന്നു കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് ദേവി കാണും. ദേവി അങ്ങനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം കൂടുമ്പോഴാണ് ദേവി വീണ് ദേവിയുടെ കൊച്ചു മരിച്ചു. പിന്നെ സുകന്യ അന്നേരം പറയാം, പിന്നെ നീ അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ എന്നും പറഞ്ഞാൽ മുടക്കണേന്നൊക്കെ പറയും. അതൊന്നും എനിക്കറിയാൻ പാടില്ല, സുകന്യ മുടക്കിയേ പറ്റൂ എന്നൊക്കെ പറയും. നീ ഒറ്റ കാരണം
അനുവിൻ്റെ മനസ്സ് മാറി എന്നൊക്കെ പറയാം. അത് പറയും എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ എന്ന് പറയണം സുകന്യ. എന്നിട്ട് ഒരു സുകന്യക്ക് മുടക്കണമല്ലോ എങ്ങനെയെങ്കിലും. എന്നിട്ട് സുകന്യ ഒരു നമ്പർ എടുത്തിട്ട് ജീവനെ വിളിച്ച് പറയുകയാണ്, ജീവ അനുവിൻ്റെ സ്വഭാവം മോശമാണ്, അവൾ അലോകുമായിട്ട് ഭയങ്കര ബന്ധമാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ് ജീവിച്ചത്, ഇതാന്നൊക്കെ പറയാം. അപ്പോൾ ജീവൻ അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് പറയും ഇങ്ങനെ ഒരു കോള് വന്നു അനുവിനെ. അപ്പോൾ ആരാ അത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇത്ര കറക്റ്റായിട്ട് ജീവനെ വിളിച്ച് പറയണത്, കൊച്ചു മരിച്ചു പോയ കാര്യം അതും ഇതൊക്കെ പറയണേ. അപ്പം മിത്ര പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചോളാം അത് ആരാന്ന്. അങ്ങനെ പോലീസ് കണ്ണോടുകൂടി മിത്ര കണ്ടുപിടിക്കുക അപ്പോൾ സുകന്യാന്ന്. അപ്പോൾ സുകന്യയുടെ പിന്നെ വൃത്തികെട്ട മുഖം എല്ലാവരെയും കാട്ടിക്കൊടുക്കുകയാണ്. ജീവന് മനസ്സിലായി സുകന്യാന്ന്. എല്ലാവരും പറഞ്ഞു സുകന്യാണ് എന്ന്. അപ്പോൾ സുകന്യ ആകെ പെട്ട് നിൽക്കുക. ഇനി എന്നാ ചെയ്യും, അവിടെയും ജീവിക്കാൻ പറ്റില്ല ഇവിടെയും ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ ജീവൻ്റെ മുമ്പിലും സുകന്യ വൃത്തികെട്ടൊരു സ്ത്രീയായില്ലേ. അങ്ങനെ നിൽക്കുവാണ്. സുകന്യ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചിന്തയിലാണ്. ഇനിയും സുകന്യയുടെ കെട്ടവനും കൂടെ അറിയുമ്പോൾ ആ വീട്ടിൽ നിൽക്കാൻ നിവർത്തിയില്ല, ഈ വീട്ടിൽ നിൽക്കാൻ നിവർത്തിയില്ല. സുകന്യയുടെ കാര്യം കട്ടപ്പോക. വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ഇടുക, അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.